നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പക്ഷെ വീഡിയോയിലൂടെ എന്റെ വീട് മറ്റുള്ളവരെ കാണിക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. മറ്റുള്ളവരോ? എന്റെ അച്ഛനമ്മമാരും കുടുംബാംഗങ്ങളും ഒക്കെ ഏട്ടന് വെറും മറ്റുള്ളവരായി പോയോ? അതെ. പുറത്തൊന്നും പോവാതെ എക്സാമിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനാ ഏട്ടൻ പറഞ്ഞേ. സന്തോഷം. ഞാനിതേ അച്ഛന്റെ കയ്യിൽ കൊടുക്കാം. അച്ഛൻ അടുത്തുണ്ട്. ശരി. ഹലോ മോളെ. ആ അച്ഛാ. നീ ഇപ്പൊ വിളിക്കാറില്ലല്ലോ. തിരക്കൊണ്ടായിരിക്കും അല്ലേ? അല്ല അച്ഛാ, എക്സാമിന്റെ ടെൻഷൻ ഉണ്ട് എനിക്ക്. കല്യാണം കഴിഞ്ഞ് പോയത് ഓർക്കാതെ മോള് വീട്ടിലുണ്ടെന്നുള്ള ധാരണയില് പലപ്പോഴും ഉറക്കം നിന്റെ പേര് വിളിച്ചോണ്ട് അച്ഛൻ വീട്ടിലേക്ക് വരാറ്. നിന്റെ അമ്മയും എന്റെ അമ്മയും ഒക്കെ എനിക്ക് ശരിക്കും വട്ടാണെന്ന് വിചാരിച്ചിരിക്കുക. ഇളയ കുട്ടിയായ എന്നോട് അച്ഛന്റെ സ്നേഹം ഇത്തിരി കൂടുതലാ. എന്ന് വെച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണിച്ച് അവരെ പേടിപ്പിക്കരുത്. അച്ഛാ, ഞാനൊന്ന് സംസാരിക്കട്ടെ? ഇവിടെ നിന്നോട് സംസാരിക്കാൻ വേണ്ടി പിടിവലി നടക്കുക. ഫോൺ ഞാൻ സുചിത്രയ്ക്ക് കൊടുക്കാം. ഹലോ വർഷേ. ആ പറയട്ടെ. ഇപ്പോ നിങ്ങളുടെ ഹണിമൂൺ കാലമാണെന്ന് അറിയാം. എന്റെ പൊന്നു മോളെ, മധുവിധുവിന്റെ ലഹരിയില് ദയവേത് പഠിത്തമൊന്നും ഉഴപ്പിക്കളയരുത്. എത്ര പണം ഉണ്ടായാലും ഇന്നത്തെ കാലത്ത് പെണ്ണിനൊരു ജോലി അത്യാവശ്യം. ഇല്ല ഏട്ടത്തി, ഞങ്ങള് ഹണിമൂണിനൊന്നും പോകുന്നില്ല. പഠിത്തത്തില് മാത്രം ശ്രദ്ധിച്ചോണ്ട് വീട്ടിൽ ഒറ്റ ഇരിപ്പാ. നന്നായി. എത്ര കാശുണ്ടായാലും സ്വന്തമായി 10 അക്ഷരം പഠിച്ച് ഡിഗ്രി എടുക്കുന്നതില് പ്രത്യേകിച്ചൊരു വെയിറ്റാ. അത് നീ മറക്കരുത്. വർഷേ, നിന്റെ അച്ഛമ്മ ദേ ഫോണിന് വേണ്ടി ബഹളം ഉണ്ടാക്കുക. ഞാൻ എന്താ അച്ഛമ്മയ്ക്ക് കൊടുക്കാം. ഹലോ അച്ഛമ്മേ. മോളെ, പഴംപുരാണ കെട്ടൊക്കെ അഴിച്ച് ആർക്കാ കത്തി വെച്ചോണ്ടിരിക്കുന്നേ? പോടി അവിടുന്ന്. എവിടെ വിക്രം? ഞാൻ അവന്റെ സ്വന്തം മുത്തശ്ശിയ അമ്മയാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എന്നെ ഒന്ന് വിളിക്കുന്ന പോലും ഇല്ലല്ലോടി. അയ്യോ അച്ഛമ്മേ, ഏട്ടന് തിരക്കോട് തിരക്കാ. എന്ത് തിരക്കാ? എന്ത് തിരക്കായാലും എന്റെ ആഗ്രഹം നീ അവനോടൊന്ന് പറഞ്ഞേക്കണേ. ആഗ്രഹം എന്താണെന്ന് പറ, കേക്കട്ടെ. അതെ, എനിക്ക് തലയെ തേക്കാനേ ഒരു 5 കുപ്പി ചെമ്പരത്തിയാതി വെളിച്ചെണ്ണ വേണേ. എത്രയും പെട്ടെന്ന് സാധനം ഇവിടെ എത്തിച്ചിരിക്കണം. പറയാം അമ്മേ. ഇനി ഞാൻ എന്റെ മോളോടൊന്ന് സംസാരിക്കാൻ തരുന്നില്ല. പോ ഒന്ന് താ അമ്മേ. ഓ എന്നാ പിടി മോളെ. ആ അമ്മേ. ഞങ്ങൾ എപ്പോഴും അങ്ങോട്ട് വരണ്ടേ? നിന്റെ വീടും സുഖസൗകര്യങ്ങളും ഒക്കെ നേരിട്ട് കാണാൻ അമ്മയ്ക്കും ആഗ്രഹമില്ലേ? എപ്പോഴാ ഞങ്ങള് വരണ്ടേ? ശരി മോളെ. എന്താ എന്താ പറഞ്ഞേ? വീഡിയോ കോള് വിളിക്കാന്ന്. ഇങ്ങ് തന്നിമ്മേ. കോളൊന്നുമില്ലേ? ഇതാ ഞങ്ങൾ താമസിക്കുന്ന വീട്. ഇങ്ങോട്ട് മാറിക്കടി, ഞാനൊന്ന് കാണട്ടെ. ഇങ്ങോട്ട് മാറിയില്ലേ? ഇതാ മെയിൻ ഹാള്. ഇത് ഡൈനിങ്. ഇനി ബെഡ്റൂം കാണിച്ചുതരാം. ഇതാ മാസ്റ്റർ ബെഡ്റൂം. ഇതുപോലെ മുകളിലത്തെ ഫ്ലോറിലും 4 കൂടിയുണ്ട്. പിന്നെ വിശാലമായ കിച്ചൺ, ഡൈനിങ്, ലിവിംഗ് റൂം. വീടിന്റെ ബാക്ക് സൈഡിലാണെങ്കിൽ ഒരു റബ്ബർ തോട്ടവും. ദേ മരുമോൻ വന്നിട്ടുണ്ടെന്ന് അച്ഛനോട് പറയേ. ഫോൺ ഞാൻ ഏട്ടനെ കൊടുക്കാം. അച്ഛാ, എന്തുണ്ട് വിശേഷം? മോനെ നല്ല തിരക്കാണെന്നറിയാം. ഇവിടെ ഉള്ളവരും വല്ലാതെ തിരക്ക് പിടിച്ചിരിക്കുക. മോന്റെ വീട്ടിൽ വന്ന് മോനെയും വർഷയെ ഒന്ന് കാണാനായിട്ട്. മോന്റെ വീട് വീഡിയോയിൽ ഞങ്ങൾ കണ്ടു. അത് വീടൊന്നുമല്ല, കൊട്ടാരമല്ലേ. അതൊന്ന് നേരിട്ട് കാണാൻ വേണ്ടി മോൻ ക്ഷണിക്കാൻ കാത്തിരിക്കുക ഞങ്ങളെല്ലാരും. അയ്യോ അച്ഛാ, ക്ഷമിക്കണം. ഞാൻ മനഃപൂർവ്വം വിളിക്കാതിരുന്നല്ല, തിരക്കോട് തിരക്കാം. ഫ്രീ ആയാലുടൻ നിങ്ങളെല്ലാവരെയും ഞാൻ വിളിക്കും. നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ സുഖമായിട്ട് കഴിയാം. പോരെ?
അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തന്നിരിക്കും. എന്റെ തിരക്കൊന്ന് കുറയുന്നതുവരെ കുറച്ച് സമയം എനിക്ക് തരണം. അതുപോലെ അച്ഛാ. മതി മോനെ, ധാരാളം മതി. അച്ഛന് തൃപ്തിയായി. മോനെ, വർഷയോട് പരീക്ഷ നന്നായി പഠിച്ചെഴുതാൻ പറയണം കേട്ടോ. ഓ ശരി അച്ഛാ. വന്ദന ചേച്ചിയും ദിയമോളെയും പ്രത്യേക അന്വേഷിച്ചതായി പറയണം. ആ പറയാം. അച്ഛനെയും വീട്ടിലുള്ളവരെ നന്നായി സുഖിപ്പിച്ചു തന്നെയാണല്ലോ സംസാരിച്ചേ. അതെന്റെ സാമാന്യ മര്യാദ. പക്ഷെ വീഡിയോയിലൂടെ എന്റെ വീട് മറ്റുള്ളവരെ കാണിക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. മറ്റുള്ളവരോ? എന്റെ അച്ഛനമ്മമാരും കുടുംബാംഗങ്ങളും ഒക്കെ ഏട്ടന് വെറും മറ്റുള്ളവരായി പോയോ? അതെ. എന്റെ സ്വകാര്യത പരമാവധി നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ആളാ ഞാൻ. എനിക്കുള്ളതൊന്നും കാഴ്ച വസ്തുവാക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്തായിട്ടോ ഇങ്ങനെയൊക്കെ? എന്റെ വീട് നിന്റെ വീട് എന്നൊക്കെയുണ്ടോ? നമ്മൾ ഒന്നല്ലേ? ഞാൻ ഏട്ടന്റെ ഭാര്യയാകുമ്പോ ഈ വീട് എന്റെയും കൂടെ അല്ലേ? വർഷ, നമ്മുടെ പ്രൈവസിയിൽ മറ്റാരും. സോറി, ഇനി ഞാൻ ചെയ്യില്ല. സോറി വർഷേ. വർഷയ്ക്കറിയാലോ, ഞാൻ ആരോരും ഇല്ലാതെ വളർന്നവനാ. സ്നേഹം എന്താണെന്ന് അറിയുന്നത് തന്നെ വർഷയെ കണ്ടതിന് ശേഷം. എനിക്ക് വർഷയുടെ സ്നേഹം മുഴുവനായിട്ടും വേണം. അത് വർഷ ആരുമായി പങ്കിടുന്നത് എനിക്ക് സഹിക്കില്ല. അതിന് സഹോദരങ്ങളായിട്ടാണെങ്കിലും അച്ഛനും അമ്മയായിട്ടാണെങ്കിൽ പോലും. മോളെ, എന്നോട് ക്ഷമിക്കണം. ഒരു അനാഥനായി വളർന്നതിന്റെ പോരായ്മയായിരിക്കും ഇതൊക്കെ. എന്റെ ലോകം നീയാ, നീ മാത്ര. ഈ ലോകത്ത് എനിക്ക് ആകെയുള്ള ബന്ധു നീയാ. എന്നോട് ക്ഷമിച്ചൂടെ നിനക്ക്? നീ ഇല്ലാത്ത ഒരു നിമിഷം പോലും ഞാൻ ഈ ലോകത്ത്. ഞാൻ പോയി ഡിന്നർ ഉണ്ടാക്കാം. ഇങ്ങ് വാ. വേണ്ട മോളെ, നിനക്ക് എക്സാം അല്ലേ, നീ പോയിരുന്ന് പഠിക്ക. ഇന്നത്തെ ഡിന്നർ ഞാൻ ഉണ്ടാക്കും. അയ്യോ, അതൊന്നും വേണ്ട ഏട്ടാ, ഞാൻ ചെയ്തോളാം. എന്റെ വർഷമോള് പഠിച്ചാ മാത്രം മതി. ആഹാരമൊക്കെ ഇന്ന് വിക്രം സ്പെഷ്യൽ. ഓക്കെ? ചെല്ല്, പോയി പഠിക്ക്. ചെല്ല്, നല്ല കുട്ടിയല്ലേ. ചെല്ല്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.